Hello guys, welcome back to my YouTube channel. It's me Meera. Soft voice, strong show, infinite spark. Welcome to Meera's വേടൻ എന്നറിയപ്പെടുന്ന ഹിരൺദാസ് മുരളി ഇപ്പോൾ കേരളത്തിൽ ഒരു ഫേമസ് ആയിട്ടുള്ള റാപ്പ് സിംഗറാണ്. ഇദ്ദേഹത്തിനെതിരെയാണ് ഇപ്പം 2025 ഒരു യുവ ഡോക്ടർ ഒരു പീഡന പരാതിയുമായിട്ട് എത്തിയിരിക്കുന്നത്. അതായത് 2021 മുതൽ 2023 വരെ തന്നെ കൊണ്ടു നടന്ന് ലൈംഗികമായിട്ട് പീഡിപ്പിച്ചു എന്നാണ് ഈ ഒരു കേസിൽ ഈ ഒരു യുവ ഡോക്ടറുടെ പരാതിയിൽ പറയുന്നത്. 2021 മുതൽ 2023 വരെ തന്നെ അവിടെയും ഇവിടെയും കൊണ്ടുപോയി ലൈംഗികപരമായിട്ട് പീഡിപ്പിച്ചു എന്നാണ് ഈ ഒരു യുവ ഡോക്ടറുടെ പരാതിയിൽ പറയുന്നത്. തന്നെ കല്യാണം കഴിച്ചോളാം എന്നുള്ള ഒരു വാക്കിന് പുറമെയാണ് ഈ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഈ ഒരു യുവ ഡോക്ടർ വേടനുമായിട്ട് ഇങ്ങനെ തന്നെ ചൂഷണം ചെയ്യാൻ നിന്നുകൊടുത്തത്. എന്നാൽ തനിക്ക് വേണ്ടതെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ ഒരു റാപ്പർ വേടൻ ഈ ഒരു യുവ ഡോക്ടറെ വേണ്ടെന്ന് വെക്കുകയായിരുന്നു എന്നാണ് ഈ ഒരു യുവതി പറയുന്നത്. പല പ്രാവശ്യങ്ങളായിട്ട് വേടനെ കണ്ടിരുന്നു. വേടൻ്റെ ഒരുപാട് യാത്രാ ചിലവുകളും ഒക്കെ ഈ ഒരു യുവതി വഹിച്ചിരുന്നു എന്നൊക്കെയാണ് ഇവർ പരാതിയിൽ പറയുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും നമുക്കൊരു ചോദ്യം വരും. ഇത്രയും നാൾ, അതായത് 2021 മുതൽ 2023, ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് 2025. ഇത്രയും നാൾ ഈ ഒരു യുവതി എവിടെയായിരുന്നു? അതായത് ഈ ഒരു യുവ ഡോക്ടർ പറയുന്നത് 2023 ഇവർ പിരിയാൻ കാരണം വേടൻ ഒരു സമയത്ത് തന്നെ പല സ്ത്രീകളുമായിട്ട് ബന്ധം വയ്ക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അത് തനിക്ക് സഹിക്കാൻ പറ്റാതെയാണ് ഈ ഒരു ബന്ധത്തിൽ നിന്ന് വേർപിരിഞ്ഞത്. അതിലൂടെ താൻ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോവുകയായിരുന്നു. അതുകൊണ്ടാണ് മരുന്നും കാര്യങ്ങളും ട്രീറ്റ്മെൻറ്റൊക്കെ ആയതുകൊണ്ടാണ് ഇത്രയും ചികിത്സയിൽ ആയിരുന്നതുകൊണ്ടാണ് ഇത്രയും കാലം വൈകിയത് പരാതിപ്പെടാൻ എന്നാണ് ഈ ഒരു യുവ ഡോക്ടറുടെ മൊഴി. അപ്പം എനിക്ക് തോന്നിയ കാര്യം, വിവാഹ വാഗ്ദാനം നടത്തി എന്ന് പറയുമ്പോൾ അന്ന് മുതൽ ഇവർ തമ്മിൽ സ്നേഹിക്കുന്നവരായിരിക്കണം അല്ലേ? ആയിരിക്കണം എന്നല്ല, വിവാഹ വാഗ്ദാനം എന്ന് പറയുമ്പോൾ ഞാൻ വിവാഹം കഴിച്ചോളാം എന്ന് പറയുമ്പം മറ്റൊരാളോട് ഇയാൾക്ക് പ്രണയം തോന്നി എന്നല്ലേ അതിനർത്ഥം. അപ്പം സ്വാഭാവികമായിട്ടും എല്ലാത്തരം ബന്ധങ്ങൾക്കും അവിടെ തുടക്കം കുറിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടു പേർക്കും ഒരുപോലെ ഇഷ്ടമായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊരിക്കലും ഒരു പീഡനമായി നമുക്ക് പറയാൻ പറ്റില്ല. പരസ്പരം ഇഷ്ടത്തോടെ ഉള്ള ഒരു ബന്ധത്തെ നമുക്ക് പീഡനം എന്ന് ഒരിക്കലും വിളിക്കാൻ പറ്റില്ല. അത് എവിടെയും കുറ്റം ആയിട്ട് നമ്മൾ കണക്കാക്കാനും പറ്റില്ല. കോടതിയിൽ ഇങ്ങനെ ഒരു കേസ് നിലനിൽക്കുമോ എന്ന് പറയാനും പറ്റില്ല. കാരണം പരസ്പര സമ്മതത്തോടെ ഉള്ള ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഒരിക്കലും അതൊരു റേപ്പ് ആവാൻ ഒരു ചാൻസും ഇല്ല. അതുമല്ല, ഈ ഒരു ഡോക്ടർ ഇപ്പം എന്തിനാണ് ഇങ്ങനെ ഒരു പരാതി കൊടുത്തിരിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. കാരണം ഈ ഒരു ഫസ്റ്റ് വന്നിട്ടുള്ള ഈ ഒരു കഞ്ചാവ് കേസും പിന്നെ ഈ ഒരു പുലിപ്പല്ലിൻ്റെ കേസിലും കൂടിയാണ് വേടൻ ഇത്രയും അധികം ഫേമസ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇത് പലർക്കും പിടിക്കാതെ പോയിട്ടുണ്ട്. പലരുടെയും കണ്ണിലെ കരട് തന്നെയാണ് ഈ ഒരു വേടൻ എന്ന് പറയുന്ന ഈ ഒരു റാപ്പ് സിംഗർ. പലർക്കും ഇവിടെ രണ്ടഭിപ്രായം ഉള്ളത് കൊണ്ട്, അതായത് വേടൻ്റെ വളർച്ചയിൽ അസൂയ നിറഞ്ഞ ആൾക്കാരും നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. അതുകൊണ്ട് അവർ മുഖേന വന്നിട്ടുള്ള ഒരു കരുതി കൂട്ടിയുള്ള കേസാണോ ഇതും എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോൾ വേടൻ്റെ ഒരു കവിത അത് യൂണിവേഴ്സിറ്റിയിൽ പാഠ്യേതര വിഷയമായിട്ട് വരെ ഇപ്പം എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പൊസിഷനിലൊക്കെ നിൽക്കുന്ന ഒരാൾ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ മനുഷ്യനാണ്, ചെയ്യാം. പക്ഷെ നമുക്കിവിടെ ഒരു ചിന്ത വരേണ്ടത്, വേടൻ ഇതിനു മുമ്പ് തനിക്കിങ്ങനെയൊരു വൈകല്യമുണ്ട്, അതായത് ഞാൻ 2 പെൺകുട്ടികളോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്, ഇനി അതെൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാതെ ഞാൻ പൂർവാധികം ശ്രദ്ധിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റൊക്കെ ഇതിനു മുമ്പ് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള ആൾ വീണ്ടും ആ ഒരു തെറ്റ് ആവർത്തിക്കുമോ എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു കേസ് കരുതി കൂട്ടി ഉണ്ടാക്കിയതാണോ എന്നും അറിയാൻ പറ്റില്ല, നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നേരെ പോകുന്ന ഒരു മരത്തിനെ വെട്ടിയിടാൻ ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ടാവും. അതുകൊണ്ട് തന്നെ
ഈ ഒരു എന്താ പറയുക, ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഈ ഒരു വേടൻ്റെ മനസ്സ് പാടെ തല്ലി തകർക്കാനുള്ള ഒരു നീക്കമാണോ ഇതെന്നും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും വേടൻ ഇതുവരെ ഇതിനെ കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. എന്താവും പ്രതികരണം എന്നറിയില്ല. മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെയാണ് ന്യൂസിലൂടെ അറിയാൻ പറ്റിയത്. എന്തായാലും പോലീസ് അന്വേഷിക്കുന്നുണ്ട്, സത്യങ്ങളൊക്കെ പുറത്ത് വരട്ടെ. എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് കയറി നോക്കിയിട്ട് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, കമൻറ്റ് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.